വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. 4 സംഘമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞിച്ചിളി, പാനൂം മേഖലകളിൽ സന്ദർശനം നടത്തുക. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരും. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ശരിക്കും ഈ ഉരുൾപൊട്ടലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പിന്നീടാണ് ലോകം അറിഞ്ഞത്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എൻ. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തൊട്ടുപിറകെ വിലങ്ങാട് മലയിൽ നിന്ന് ഉരുൾപൊട്ടിയ ആ ഭാഗം നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിധത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള 70ഓളം ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ള പല വീടുകളും നശിച്ചിരിക്കുന്നു. ആ ഒരു വീടിൻ്റെ ഭാഗങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത്. അതെല്ലാം തന്നെ പൂർണ്ണമായും മണ്ണിനകത്തേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ മണ്ണും മരങ്ങളുമൊക്കെ തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. തൊട്ട് ഭാഗത്തായിക്കൊണ്ടുള്ള ഒരു കാറ് അത് വെറും ഒരു ഗോളമായി മാത്രം മാറിയിരിക്കുന്നു. ഒരു മെറ്റൽ ഗോൾ മാത്രമായി അത് മാറിയിരിക്കുന്ന അത്തരം ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനാവുന്നു. അതുപോലെ തന്നെയാണ് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ കിലോമീറ്ററുകൾ താഴ്ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് ഭാഗത്തായിക്കൊണ്ടുള്ള നിരവധി വീടുകളും ഈ വിധത്തിൽ നശിച്ചിരിക്കുന്നു. ഒരു വിധത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നശിച്ചിരിക്കുന്നു. 14 വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയത്. കൂടാതെ 122 വീടുകൾ വാസയോഗ്യമല്ലാതായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചു. റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള മാത്യു ഈ ഉരുൾപൊട്ടലിലാണ് മരണപ്പെട്ടത്. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം നടന്ന് ഇപ്പോൾ 2 ആഴ്ച നാളേക്ക് പൂർത്തിയാകുകയാണ്. ഈ വേളയിൽ പോലും ഇവിടെയുള്ള പുനരധിവാസം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് വിദഗ്ധ സംഘം ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളിൽ ഈ സംഘം വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, അതുപോലെ തന്നെ ഹസാർഡ് അനലിസ്റ്റ്, ഇങ്ങനെ 4 പ്രമുഖ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പരിശോധന. കൂടാതെ ഇപ്പോൾ 2 ദിവസങ്ങളായിക്കൊണ്ട് ഇവിടെ ഡ്രോൺ പരിശോധനയും നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിൽ കൂടി ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡ്രോൺ പരിശോധന നടക്കുന്നത്. ഏതായാലും വിദഗ്ധ സംഘം 10 മണിയോട് കൂടിയായിരിക്കും ഈ പ്രദേശങ്ങളിൽ എത്തുക. വിശദമായിട്ടുള്ള പരിശോധന നടത്തും. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും ചെയ്യും. മന്ത്രിമാരായിട്ടുള്ള PM മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് എത്തുകയും ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണവും നടത്തുമെന്ന് ഉറപ്പും നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴും കുടുംബങ്ങൾ കഴിയുന്നത് ക്യാമ്പുകളിലാണ്. അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത്. ഈ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനാ റിപ്പോർട്ടും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പരിശോധനാ റിപ്പോർട്ടും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ സർക്കാരിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് ഈ മേഖലയ്ക്ക് പ്രഖ്യാപിക്കുക. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ മേഖലയിലുള്ളവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. വീടുകൾ നഷ്ടമായവർ, അതുപോലെ തന്നെ കെട്ടിടങ്ങളും മറ്റ് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായ സംരംഭങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ട വലിയ പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് വേണം എന്നുള്ള ആവശ്യം ശക്തമാണ്. എന്തായാലും 10 മണിയോട് കൂടിയായിരിക്കും ഈ ഉന്നതതല സംഘം ഇവിടെ എത്തുന്നതും വിശദമായിട്ടുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്യുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് സമീർ സി മുഹമ്മദാണ്.